ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഷീന സൺ കിരൺ വ്ലോഗിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ. പാർട്ട് 8 കംപ്ലീറ്റ് എക്സസൈസ് ഓഫ് ചാപ്റ്റർ 8 टोटो के कारनामे. टोटो के कारनामे. ओके, थैंक यू. बताइए आंसर ओरली. तांगे वाला लाल बंदर को कहाँ बांध कर रखा था? ഈ താങ്ക വാല, ഈ നാടോടിയായ മനുഷ്യൻ ഈ ചോട്ടെ ലാൽ ബന്ദറിനെ, ഈ ചുമന്ന കുഞ്ഞു താങ്കെ വാല ഇസ് ചോട്ടെ ലാൽ ബന്ദർ കോ ടട്ടു കെ ചാരെ പാനി കി ഖൈദ് സെ ബാന്ധ് കർ രഖാ ഥാ. താങ്കെ വാല, ഈ നാടോടിയായ മനുഷ്യൻ ഈ ലാൽ ബന്ദറിനെ ടട്ടുക്കെ ചാരെ, ടട്ടുക്കെ ചാരെ എന്ന് പറഞ്ഞാൽ കുതിരയ്ക്ക് കൊടുക്കാനുള്ള ചാരെ, ചാരെ എന്ന് പറഞ്ഞാൽ ഹേ ആണ് കേട്ടോ. അതിനടുത്തായിട്ട് പാനിക്ക് ഹൈദ് സേ ബാന്ധക്കർ രഖാത്ത, വെള്ളം വയ്ക്കുന്ന ടാങ്ക്, ആ ടാങ്കയിൽ അതിനെ കെട്ടിവെച്ചിരിക്കുമായിരുന്നു. അതായത് കുതിരയ്ക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന തീറ്റയ്ക്ക് അടുത്തായിട്ട് ഇരിക്കുന്ന ടാങ്കിലായിരുന്നു ഈ കുതിരയെ കെട്ടിവെച്ചിരുന്നത്. ഓക്കെ. അപ്പോൾ താങ്കെ വാല ഇസ് ചോട്ടെ ലാൽ ബന്ദർ को टट्टू के चारे पानी की हद से बांध कर रखा था. इनी क्वेश्चन नंबर का लेखक और दादाजी ने टोटो को कोठरी में क्यों बंद कर दिया? ലേഖകനും നമ്മുടെ ഈ കഥാകൃത്തുണ്ടല്ലോ, കഥാകൃത്തും ദാദാജിയും അതിനെ കൊണ്ടുപോയി ഒരു മുറി കൊണ്ട് അടച്ചു വെക്കാനുള്ള കാരണമെന്ത്? जब दादाजी किसी भी नए प्राणी को घर लाते तो दादाजी हमेशा गुस्सा करती थी. जब दादाजी കിസി ബി നയ പ്രാണിക്ക്, ഏതെങ്കിലും ഒരു പുതിയ പ്രാണി ജീവിയെയും കൊണ്ട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ദാദാജിക്ക് എപ്പോഴും ദേഷ്യം വരും. ഹമേശ ഗുസ്സ കർത്തി थी, इसलिए हमने उसे छिपाने के लिए कोठरी में बंद कर दिया. അതുകൊണ്ട് ഞങ്ങൾ ഈ ടോട്ടോയെ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ലേഖ और दादाजी ने टोटो को कोठरी में क्यों बंद कर दिया? ലേഖകനും ദാദാജിയും എന്തിനാണ് ഈ ടോട്ടോയെ മുറിക്കുള്ളിൽ അടച്ചു വെച്ചത്? जब दादाजी किसी भी नए प्राणी को घर लाते तो दादाजी हमेशा गुस्सा करती थी, इसलिए हमने छिपाने के लिए कोठरी में बंद कर दिया. ഈ ലേഖകൻ്റെ ദാദാജി എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ കൊണ്ട് വീട്ടിലേക്ക് വരാറുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ ദാദാജിക്ക് ദേഷ്യം വരും. അപ്പോൾ ദാദാജി വളരെയധികം വഴക്കുണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് ദാദാജിയിൽ നിന്ന് മറച്ചു വയ്ക്കാനാണ് ടോട്ടോയെ മുറിക്കുള്ളിൽ അടച്ചു വെച്ചത്. ഓക്കെ, താങ്ക് യു. कोठरी में टोटो ने क्या किया? कोठरी में टोटो ने दीवार पर लिखी सजावटी चित्र उखाड़े पड़े. മുറിയിൽ വെച്ചിരുന്ന സജാവട്ടി ചിത്രം ഭിത്തി അലങ്കരിക്കാൻ വേണ്ടി തൂക്കിയിട്ടിരിക്കുന്ന പടം താഴെ വീഴിച്ച് പൊട്ടിച്ചിട്ടിരുന്നു. കൂട്ടി ഉഖാടി പടി. അതിൻ്റെ അകത്ത് നെയ്ല്, കൂട്ടി എന്ന് പറഞ്ഞാൽ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു സാധനം തറച്ചു വയ്ക്കുമല്ലോ, ആണി. പറഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ലേഖക്ക് സ്പോർട്സ് കോട്ട്, അവിടെ തൂക്കിയിട്ടിരുന്ന ലേഖന്റെ സ്പോർട്സ് കോട്ട് താർ ഹോ ചുക്കാത്ത, ചിന്ന ഭിന്നമാക്കി കളഞ്ഞിരുന്നു. ഒന്നുകൂടെ വായിച്ചാൽ ശ്രദ്ധിക്കുക കേട്ടോ. കോട്ടറി മേ ടോട്ടോ ने दीवार पर लिखे सजावटी चित्र उखाड़े पड़े, കൂട്ടി ഉഖാടി പടി है और वहाँ टांगा लेखक के स्पोर्ट्स कोट तार हो चुका था. ओके. इनी क्वेश्चन नंबर घ महात्मा जी ने ടോട്ടോ കൈസെ മില. മഹാത്മജിയുമായിട്ട് ടോട്ടോ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? ടോട്ടോനെ മഹാത്മജിക്കോ ദേക്കാത്തോ വഹ് ഖുഷിസെ കിൽക്കാരി ഭരി. അതായത് മഹാത്മജിയെ കണ്ടപ്പോഴേക്കും ടോട്ടോയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നി. തോ വഹ് ഖുഷിസെ കിൽക്കാരി ഭരി, സന്തോഷം കൊണ്ട് ഒച്ചയുണ്ടാക്കി. ഫിർ വഹ് ഉസ്കെ കന്തോംബർ ചട് ഗയ, എന്നിട്ട് ഈ മഹാത്മജിയുടെ തോളിൽ ചാടി കയറി. അത്രയും കാര്യങ്ങളാണ് ടോട്ടോ മഹാത്മജിയെ കണ്ടപ്പോൾ ചെയ്തത്. മഹാത്മജി സെ ടോട്ടോ കൈസെ മില. ടോട്ടോനെ മഹാത്മജി സെ को देखा तो वह खुशी से किलकारी भरी, फिर वह उसके कंधों पर चढ़ गया. മഹാത്മജിയെ കണ്ടപ്പോഴേക്കും ടോട്ടോയ്ക്ക് വളരെയധികം സന്തോഷം ഉണ്ടായി. അവനതുകൊണ്ട് ഒച്ചയുണ്ടാക്കി. ഫിർ വഹ് ഉസ്കെ കന്തോം പർ ചढ़ गया. क्वेश्चन नंबर विदा होते समय टोटो और लेखक ने क्या किया? പിരിഞ്ഞു പോകുമ്പോൾ ലേഖകനും ഈ ടോട്ടോയും തമ്മിൽ എന്താണ് ചെയ്തത്?
വിദാ ഹോത്തെ സമയം ലേഖനെ ടോട്ടോക്കോ കേല ദിയ. പിരിഞ്ഞു പോകുന്ന സമയത്ത്, യാത്ര പറഞ്ഞ് പോകുന്ന സമയത്ത് ലേഖൻ ടോട്ടോയ്ക്ക് കേല കൊടുത്തു, ബനാന കൊടുത്തു. അവർ ഉസ്നെ സ്നേഹസെ ഉസെ ദേഖ. അവനെ ലേഖകനെ സ്നേഹത്തോടെ നോക്കി ടോട്ടോ. ഓക്കെ, വിദാ ഹോത്തെ സമയ ലേഖനെ ടോട്ടോക്കോ കേലെ ദിയ और उसने स्नेह से देखा. സ്നേഹത്തോടെ നോക്കി. ഓക്കെ, ശ്രവൺ കൗശൽ. ദാദി ടോട്ടോക്കോ സർദിയോ മേ കബ് നഹ്ലാത്തി. ദാദി ടോട്ടോയെ തണുപ്പ് കാലത്ത് എപ്പോഴാണ് കുളിപ്പിച്ചിരുന്നത്? സർദിയോ മേ ദാദിജി ശാം കോ നഹ്ലാത്തി. തണുപ്പ് കാലത്ത് ദാദിജി ഈവനിങ്ങിലാണ് കുളിപ്പിച്ചുകൊണ്ടിരുന്നത് കേട്ടോ, ഗരം പാനീസെ. അപ്പോൾ നോക്കിക്കേ, ദാദിജി ടോട്ടോക്കോ സർദിയോ മേ കബ് നഹ്ലാത്തി. सर्दियों में दादीजी शाम को नहलाती. शाम को, इवनिंग. ओके. टोटो का टब में घुसने का तरीका क्या था? ടോട്ടോ ടബിലേക്ക്, ബീക്കറിലേക്ക് കുളിക്കാനായിട്ട് കയറുന്ന രീതി എങ്ങനെയായിരുന്നു? ടോട്ടോ എങ്ങനെയാണ് കുളിക്കാൻ കയറിയിരുന്നത്? ബീക്കറിൻ്റെ അകത്തേക്ക് കയറുക. ടബ് എന്ന് പറഞ്ഞാൽ ബീക്കറാണ്. ബീക്കറിലേക്ക് കയറുന്നത് എങ്ങനെയാണ്? पानी के टब में घुसने से पहले टोटो अपनी उंगलियों से परखता था कि पानी कितना गर्म है. പാനിക്ക് ടബിൽ, ഈ ബീക്കറിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ടോട്ടോ തൻ്റെ കൈവിരലുകൾ ചൂടുവെള്ളത്തിലിട്ടൊന്ന് ഇട്ട് നോക്കുമായിരുന്നു. വെള്ളത്തിന് എത്രമാത്രം ചൂടുണ്ട് എന്നറിയാൻ വേണ്ടി കൈവിരലുകൾ വെള്ളത്തിൽ ഇട്ട് നോക്കുമായിരുന്നു. ഫിർ ധീരെ ധീരെ വഹ് പാനിമേ ഗുസ്താത്ത. അതിനുശേഷം പതുക്കെ പതുക്കെ അവൻ വെള്ളത്തിലേക്ക് കടക്കും. പകലെ വഹ് ഏക്ക് പയർ അവർ ഫിർ ദൂസരെ പയർ ടബ് മേ ഡാൽത്താ താ. ആദ്യം അവൻ പകല പയർ, തൻ്റെ ആദ്യത്തെ കാല്, ഫിർ ദൂസര പയർ, പിന്നെ രണ്ടാമത്തെ കാല് വെള്ളത്തിലേക്കിടും. ഉസ്കെ ബാദ് പാനിമേ പൂര ഘുസ് ജാത്ത. അതിനുശേഷം വെള്ളത്തിൽ പൂർണ്ണമായിട്ട് മുങ്ങും. കേവൽ ഗർദൻ ഹി പാനി സെ ബാഹർ ഹോത്തി തി. കേവലം ഗർദൻ, കഴുത്ത് മാത്രമേ വെള്ളത്തിന് മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു, ബാക്കിയെല്ലാം വെള്ളത്തിനടിയിലായിട്ട് മുങ്ങിയിരിക്കും. ടീക് സെ बैठने के बाद, നന്നായി ഇരുന്നതിന് ശേഷം ഹാത്ത് സാബുൺ സെ പൂര മൽത്താ താ. സോപ്പ് കൊണ്ട് കൈ പൂർണ്ണമായിട്ടും തേച്ച് കഴുകുമായിരുന്നു. സോപ്പിട്ട് കൈ തേച്ച് കഴുകുമായിരുന്നു. പാനി ठंडा होने पर बाहर निकल जाता था. തണുത്ത് കഴിയുമ്പോഴേക്കും വെള്ളത്തിന് പുറത്തേക്ക് ഇറങ്ങും. വെള്ളത്തിൽ നന്നായിട്ട് ഇരുന്നതിന് ശേഷം സോപ്പ് കൊണ്ട് കൈ മുഴുവനും കഴുകുമായിരുന്നു. പാനി ठंडा होने का टब में घुसने का ക്യാ തരിക്കാത്ത. ടോട്ടോ ഈ വെള്ളത്തിലേക്ക് കയറാനുള്ള രീതി എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ രീതി എങ്ങനെയായിരുന്നു? പാനിക്ക് ടബ് में घुसने के से पहले टोटो अपनी उंगलियों से परखता था कि पानी कितना गर्म है. फिर धीरे धीरे वह पानी में घुसता था. पहले वह एक पैर और फिर दूसरा पैर टब में डालता था. इसके बाद पानी में पूरा ही घुस जाता. केवल गर्दन ही पानी में बाहर होती थी. ठीक से बैठने के बाद हाथ साबुन को पूरा शरीर मलता था. पानी ठंडा होने पर बाहर निकल जाता था. ഇങ്ങനെയായിരുന്നു ടോട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, എഴുതി വയ്ക്കുക, പഠിക്കുക കേട്ടോ. താങ്ക് യു. ടോട്ടോ കൈസൻ നഹാത്ത താ. ടോട്ടോ എങ്ങനെയായിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത്? गरम पानी भरे टब में ठीक से बैठने के बाद हाथ से पूरा शरीर पर मलता था. पानी ठंडा होने पर निकल जाता था. ഗരം പാനി നിറച്ച ടബ്, അല്ലെ, ബീക്കർ എടുത്ത് വെക്കുമ്പോഴേക്കും ടോട്ടോ എന്ത് ചെയ്യും? പതുക്കെ അതിലേക്ക് കയറിയിരിക്കും. എന്നിട്ട് നല്ലതുപോലെ ഇരുന്നതിന് ശേഷം പൂരാ ശരീരം മുഴുവനും സാബൂൺ സെ മൽത്താ താ. സാബൂൺ കൊണ്ട്, സോപ്പ് കൊണ്ട് തേച്ച് കഴുകും. പാനി ठंडा होने पर, വെള്ളം തണുത്ത് കഴിയുമ്പോഴേക്കും നിക്കൽ ജാത്ത, അവിടെ നിന്ന് ഇറങ്ങി പോകും. ഇങ്ങനെയാണ് ടോട്ടോ കുളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഗരം പാനി ഭരെ ടബ് में ठीक से बैठने के बाद हाथ से पूरा शरीर मलता था. पानी ठंडा होने पर निकल जाता था. ओके. क्वेश्चन नंबर 9. टोटो अपना बदन कैसे सूखता था? ടോട്ടോ എങ്ങനെയാണ് തൻ്റെ ശരീരം ഉണക്കിയിരുന്നത്? കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ശരീരം നിവർത്തിയെടുക്കണമല്ലോ, അതെങ്ങനെയാണ് ഡ്രൈ ആക്കിക്കൊണ്ടിരുന്നത്? എങ്ങനെയാണ്? ടോട്ടോ പാനീസെ ബാഹർ നിക്കലിനേക്ക് ബാദ്. ടോട്ടോ വെള്ളത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം തേജിസെ ഭാഗർ രസോയിമേ ചുളേക്ക് സാമനെ അപ്പനെ വദൻകോ സുക്താത്ത. തേജിസ്, നല്ല സ്പീഡിലോടും, വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്നെയും സ്പീഡിലോടി അടുക്കളയിൽ ചെന്ന് അടുപ്പിൻ്റെ മുമ്പിൽ പോയി നിന്ന് തൻ്റെ ശരീരം ഉണക്കും. തീയുടെ മുന്നിൽ പോയി നിന്ന് തൻ്റെ ശരീരം ഉണക്കും. ടോട്ടോ അപ്പന ബദൻ കൈസെ സുക്താ താ. ടോട്ടോ പാനിക്ക് ബാഹർ നിക്കൽനെ के बाद तेजी से बाहर रसोई में चूल्हे के सामने अपने बदन को सुक्ता था. ഓക്കെ, അപ്പോൾ എഴുതുക എല്ലാവരും.
താങ്ക് യു. क्वेश्चन नंबर घ, पानी के टब में घुसने से पहले ടോട്ടോ ക്യാ കർത്താ ഥാ. വെള്ളം നിറച്ചു വെച്ച ഈ ബീക്കറിലേക്ക് കയറുന്നതിന് മുമ്പ് ടോട്ടോ എന്ത് ചെയ്യുമായിരുന്നു? പാനിക്ക് ടബ് മേ घुसने से पहले ടോട്ടോ अपनी ऊँगलियाँ से परखता था कि पानी कितना गर्म है. തൻ്റെ കൈവിരലുകൾ ഇട്ട് നോക്കും വെള്ളത്തിന് നല്ല ചൂടുണ്ടോ അതോ കയറാൻ പറ്റുന്ന സാമാന്യം നല്ല ചൂടാണോ കുറച്ച് ചൂടാണോ എന്നറിയാൻ വേണ്ടി ടോട്ടോ എന്ത് ചെയ്യും? തൻ്റെ കൈവിരലുകൾ ഇട്ട് നോക്കുമായിരുന്നു. പാനിക്ക് ടബ് മേ घुसने से पहले ടോട്ടോ अपनी ऊँगलियों से परखता था कि पानी कितना गर्म है. ओके, पानी के टब में घुसने से पहले टोटो क्या करता था? पानी के टब में घुसने से पहले टोटो अपनी उंगलियां परखता था कि पानी कितना गर्म है. ओके. लेखन कौशल, राइटिंग स्किल्स. क्वेश्चन नंबर का, दादाजी ने बंदर को घर लाने का फैसला क्यों किया? ദാദാജി ഗ്രാൻഡ്ഫാദർ ബന്ദറിനെ വീട്ടിലേക്ക് കൊണ്ടുവരുവാനുള്ള തീരുമാനമെടുത്തത് എന്തുകൊണ്ടാണ്? ബന്ദർ ബഹുത് ഉദാസ് ദിഖായി ദേ രഹാ താ. ഈ ബന്ദർ വളരെയധികം ദുഃഖിതനായി കാണപ്പെട്ടു, അതിന് സന്തോഷമില്ലാതെ സങ്കടപ്പെട്ട് കാണപ്പെട്ടു. ഇസ്ലിയെ ദാദാജിനെ ഉസ്സെ ഘർ ലാനെ കാ ഫൈസല കിയാ താ. അതുകൊണ്ടാണ് ദാദാജി അതിനെ വീട്ടിലേക്ക് കൊണ്ടുവരുവാനുള്ള തീരുമാനം എടുത്തത്. ക്വസ്റ്റ്യൻ നമ്പർ ഖ, ടോട്ടോ अपने पूंछ का उपयोग कैसे करता था? ടോട്ടോ തൻ്റെ വാലിൻ്റെ പ്രയോഗം എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത്? വാൽ എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്? ടോട്ടോ अपनी पूंछ का उपयोग ऐसा करता था कि पेड़ के शाखाओं में झूलने तथा फल आदि तोड़ने के लिए जो उसके हाथों से पकड़ से दूर होते हैं. ടോട്ടോ തൻ്റെ വാലിൻ്റെ ഉപയോഗം, പൂച്ചെന്ന് പറഞ്ഞ വാലാണ് കേട്ടോ, ടെയിൽ. ടോട്ടോ അപ്പിനി പൂച്ചക്കോ ഉപയോഗം, ടോട്ടോ തൻ്റെ വാലിൻ്റെ ഉപയോഗം ചെയ്തിരുന്നത് എന്തിനായിരുന്നു എന്നാണ്. അപ്പോൾ ഉപയോഗം ഐസ കർത്താ ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. കി ദാറ്റ് പേടക്കെ ശാഖാവോമേ ജോലിനെ തഥ, മരത്തിൻ്റെ കൊമ്പുകളിൽ ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ടും, മരത്തിൻ്റെ കൊമ്പുകളിൽ ഊഞ്ഞാലാടാൻ. ജോലിനെ തഥ എന്ന് പറഞ്ഞാൽ പേടക്കെ ശാഖാവോമേ ജോലിനെ തഥ എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ കൊമ്പുകളിൽ ഊഞ്ഞാലാടാനും, ഫൽ ആദി തോടനേക്കെ ലിയെ പഴങ്ങൾ പറിക്കാനും വേണ്ടിയിട്ട്, ജോ ഉസ്കെ ഹാത്തോം സെ പക്കട് സെ ദൂർ ഹോത്തേ ഹെ, അവൻ്റെ കൈകൊണ്ട് പറിക്കാൻ പറ്റാത്ത അത്ര ദൂരെയുള്ള പഴങ്ങൾ പറിക്കാൻ വേണ്ടിയിട്ടുമാണ് ടോട്ടോ തൻ്റെ വാല് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ടോട്ടോ എന്തിനൊക്കെയായിരുന്നു വാല് ഉപയോഗിച്ചിരുന്നത്? മരത്തിൻ്റെ കൊമ്പിൽ ഊഞ്ഞാലാടാനും പിന്നെ തൻ്റെ കൈകൊണ്ട് പറിക്കാൻ പറ്റാത്ത പഴങ്ങൾ പറിച്ചെടുക്കാനുമാണ് ടോട്ടോ തൻ്റെ വാല് ഉപയോഗിച്ചിരുന്നത്. क्वेश्चन नंबर ख ഒന്നുകൂടെ വായിച്ചു തരാം. ടോട്ടോ अपनी पूंछ को उपयोग ऐसा करता था कि पेड़ के शाखाओं में झूलने तथा फल आदि तोड़ने के लिए जो उसके हाथों से पकड़ से दूर होते हैं. ഇതിനു വേണ്ടിയിട്ടാണ് ടോട്ടോ തൻ്റെ വാല് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, പഠിക്കുക, എല്ലാവരും എഴുതി വയ്ക്കുക. താങ്ക് യു. ടോട്ടോ की करतूत से दादाजी खुश क्यों नजर आए? ടോട്ടോ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ കണ്ടപ്പോൾ ദാദാജിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്താണ്? ടോട്ടോ की करतूत से दादाजी खुश नजर आई क्योंकि उनको लगा कि वह काफ़ी होशियार है. ടോട്ടോ ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന കണ്ടപ്പം ദാദാജിക്ക് വളരെ സന്തോഷമായി തോന്നി. കാരണം എന്താണ്? ദാദാജി സന്തോഷവാനായിട്ട് കാണപ്പെട്ടു. കാരണം എന്താണ്? ക്യോങ്കി ഉൻകോ ലഗ, അദ്ദേഹത്തിന് തോന്നി, വഹ് കാഫി ഹോഷിയാർ ഹെ, നല്ല ആക്റ്റീവാണ് എന്ന് ദാദാജിക്ക് തോന്നി. ഇവ നല്ല മിടുക്കനാണ്, നല്ല ആക്റ്റീവാണ്, എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ദാദാജിക്ക് വളരെ സന്തോഷമായി. കാരണം ഇവന് ഉദാസല്ല, അവനിപ്പോൾ സന്തോഷവാനാണ് എന്ന് തോന്നി. टोटो की करतूत से दादाजी की खुश नजर आई क्योंकि उनको लगा कि वही काफ़ी होशियार है, നല്ല ആക്റ്റീവാണെന്ന് ദാദാജിക്ക് തോന്നി. അതാണ് ദാദാജിക്ക് സന്തോഷം തോന്നാനുള്ള കാരണം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഖ, സർദിയോ മേ ടോട്ടോ നഹാനെ കാ ആനന്ദ് കൈസെ ഉഠാതാ ഥാ. നല്ല തണുപ്പുള്ള കാലഘട്ടങ്ങളിൽ ടോട്ടോ കുളിക്കുന്നതിൻ്റെ സുഖം എങ്ങനെയാണ് അനുഭവിച്ചത്? സർദിയോ മേ ശാം കോ ദാദിജീനെ ഉസ്സെ ഗരം പാനി സെ നഹലാത്തി തി. തണുപ്പ് ദിവസങ്ങളിൽ ദാദിജിയെ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കും. ഗരം പാനി സെ നഹലാത്തി തി. ടോട്ടോ കേലിയ വഹ് സുഖദ് ക്ഷൺ ഹോത്താ ഥാ. ടോട്ടോയ്ക്ക് ഇത് വളരെ സുഖമുള്ള ഒരു ക്ഷണം, നിമിഷങ്ങളായിരുന്നു അതൊക്കെ. വൈകുന്നേരങ്ങളിൽ
ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുന്നത് ടോട്ടോയ്ക്ക് വളരെ ആനന്ദമുള്ള സുഖമുള്ള സന്തോഷമുള്ള സമയങ്ങളായിരുന്നു. सर्दियों में शाम को दादी जी ने उसे गर्म पानी से नहलाती थी. टोटो के लिए वह सुखद क्षण होता था. ओके, थैंक यू. टोटो जैसे जानवर को अधिक लंबे समय तक घर रखना कठिन है. दादाजी को ऐसा क्यों लगा? ടോട്ടോ പോലുള്ള ജീവികളെ മൃഗങ്ങളെ വീട്ടിൽ അധികം നാളത്തേക്ക് വയ്ക്കാനൊന്നും പറ്റില്ല എന്ന് ദാദാജിക്ക് തോന്നാനുള്ള കാരണമെന്ത്? ടോട്ടോ ജൈസെ ജാൻവർ കോ അധിക ലംബെ സമയത്തേക്ക് തക്ക രഖന കഠിൻ ഹേ. വീട്ടിൽ ടോട്ടോയെ പോലുള്ള ജീവികളെ വീട്ടിൽ അധിക നാളത്തേക്ക് വെക്കുക എന്നത് വളരെ കഠിനകരമായ കാര്യമാണെന്ന് ദാദാജിക്ക് തോന്നി. ടോട്ടോയ്ക്ക് ശൈത്താനിക്ക് കാരണം ദാദാജിക്ക് ഐസാലക്ക. ദാദാജിക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം ഈ ടോട്ടോയുടെ കുസൃതിയാണ്. വളരെ നോട്ടിയായിരുന്നു അല്ലേ. എന്ത് സാധനം കണ്ടാലും നശിപ്പിക്കും. അതിന് നശിപ്പിക്കേണ്ടത് ഏത് നശിപ്പിക്കേണ്ടാത്തത് ഏത് എന്നതിന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ദാദാജിക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം. വീട്ടിൽ വളരെയേറെ കുസൃതി കാണിക്കുന്നുണ്ടായിരുന്നു. വളരെ ശൈത്താനി എന്ന് പറഞ്ഞാൽ തോന്നിവാസം അല്ലേ. എന്ത് വേണേലും നശിപ്പിക്കുന്ന ഒരു സ്വഭാവം അവനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദാദാജി അങ്ങനെ പറഞ്ഞത്. ദാദാജി അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. എഴുതി വയ്ക്കുക കേട്ടോ. വാക്യം കാ മിലാൻ കരെ മാച്ച് ദ സെൻറ്റൻസ്. സെൻറ്റൻസുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ ക നോക്കിക്കേ. അതിൻ്റെ അകത്ത് സെക്കൻഡ് വണ്ണാണ്. ബി പാർട്ടിലെ സെക്കൻഡ് വണ്ണാണ് ക. അവിടെ ഞാൻ ക എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ओके, क्वेश्चन नंबर ख दादी. क्वेश्चन नंबर का पूछ उसकी सुंदरता में 4 चांद लगा देती थी और उसके तीसरे हाथ का काम करती थी. അത് സെക്കൻഡ് വൺ ആണ് കേട്ടോ. ബി പാർട്ട് സെക്കൻഡ് വൺ. क्वेश्चन नंबर ख दादाजी किसी भी नए प्राणी को घर लाते. क्वेश्चन नंबर ഖൻ്റെ അകത്ത് ഫോർത്ത് വൺ ആണ്. तो दादाजी हमेशा गुस्सा करती थी. ओके, थर्ड वन. क्वेश्चन नंबर ग उसकी शैतानियों के कारण दादाजी को उसे मानना पड़ा. क्वेश्चन नंबर ग അതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന ഫസ്റ്റ് വൺ ആണ് കേട്ടോ. कि उस जैसे जानवर को लंबे समय तक रखना कठिन है. വീട്ടിൽ ഇതുപോലുള്ള ജീവികളെ അധിക നേരത്തേക്കൊക്കെ വയ്ക്കുക എന്നത് വളരെ കഷ്ടമേറിയ കാര്യമാണെന്ന് ദാദാജിക്ക് അംഗീകരിക്കേണ്ടി വന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഘ യദി ഉസ്സെ ഔർ സമയം മിൽത്താത്തോ. അവന് കുറച്ചും കൂടെ സമയം കിട്ടുകയാണ് എങ്കിൽ. ലാസ്റ്റ് വൺ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ബി പാർട്ടിലെ ലാസ്റ്റ് വൺ. तो यह तुम्हारे कोट के ഫട്ടെ ടുക്കടോം കി രസ്സി ബനാക്കർ ഭാഗ് ജാത്താ താ. കുറച്ച് സമയം കൂടെ കിട്ടിയിരുന്നുവെങ്കിൽ അവൻ നിൻ്റെ കോട്ടിനെ നല്ല കഷ്ണമാക്കി മുറിച്ച് നൂലാക്കി മാറ്റുമായിരുന്നു. ഓക്കെ, അത് ലാസ്റ്റ് വണ്ണാണ്. അതിൻ്റെ അകത്ത് തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 5 ലാസ്റ്റ് വണ്ണാണ്. കൊച്ചു തേർബാദ് പാനി ഉബലനയിലേക്ക. കുറച്ച് സമയം കഴിഞ്ഞ് വെള്ളം തിളയ്ക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിൻ്റെ അകത്ത് തേർഡ് വണ്ണാണ്. ബി പാർട്ടിൽ തേർഡ് വണ്ണാണ്. तो वह हाथ पाव मारने लगा और उसको निकाल नहीं जा रहा था. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള. എഴുതി വയ്ക്കുക കേട്ടോ. താങ്ക് യു. വിലോം ശബ്ദ് ഓപ്പോസിറ്റ് വേർഡ്. സുന്ദർ, खूबसूरत അല്ലെങ്കിൽ അസുന്ദർ. ഓക്കെ, പവിത്ര, അപവിത്ര, വികസിത, അവികസിത്, ഇച്ഛ, അനിച്ഛ, स्नेह, घृणा, बढ़िया, घटिया. ओके, सुखद, दुखद, सर्दी, गर्मी. ओके, थैंक यू. नेक्स्ट, बिंदु वर चंद्रबिंदु के अंतर समझकर वर्ण विच्छेद करें. ബിന്ദുവിൻ്റെയും ചന്ദ്രബിന്ദുവിൻ്റെയും ചന്ദ്രക്കലയും കുത്തും അല്ലേ, അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി നമ്മളിത് മാത്രകളെ വേർതിരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. क्वेश्चन नंबर का बंद ब अधिकम आ न अधिकम द अधिकम आ र अधिकम आ बंदर. 5 प अधिकम आम च अधिकम आ सुंदर स अधिकम ओ न द अधिकम आ अधिकम र अधिकम आ सुंदर. तांगा त अधिकम आम ग अधिकम आ तांगा. दांत द अधिकम आम
ത അധികം അ ദാംത് പൂച്ച്. പ അധികം ഉ ഛ അധികം ആ പൂച്ച്. ഓക്കെ, എഴുതി വയ്ക്കുക കേട്ടോ. ഇത്രേ ഉള്ളൂ. വിശേഷൻ സംജ്ഞ ചമക്കിലി ആംഖേं ചഹ് മൈനെ ഗരം പാനി പവിത്ര ബന്ദർ സുഖദ ക്ഷൺ സജാവട്ടി ചിത്ര ബഡിയ ജഗഹ്. ഇത്രയാണ് കേട്ടോ, എഴുതി വയ്ക്കുക. താങ്ക് യു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരക സൗണ്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ പേരും കൂടെ എഴുതണം. ഇവിടെ സേ ആണ് തന്നിരിക്കുന്നത് കാരക സൗണ്ട്, അവിടെ സമ്പ്രദാൻ. ഓക്കെ, പേരെന്താണ്? സമ്പ്രദാൻ. ഇനി കാരക ശബ്ദ അധികരൺ. ഓക്കെ, ഫസ്റ്റ് വണ് ഉസ്കി കി മേ, അത് അധികരണാണ്. പിന്നെ സെക്കൻഡ് വണ്ണിൽ സേ കർവയാണ്. ആൻഡ് തേർഡ് വണ്ണിൽ പർ അധികരൺ. രണ്ടും അവിടെ രണ്ടെണ്ണം ഉണ്ട്, രണ്ടും അധികരണമുണ്ട്. മേം എന്ന് പറയുന്ന വാക്കും അധികരണമാണ് കേട്ടോ, അത് രണ്ടും അധികരണമാണ് അതിൻ്റെ രൂപവും. ഓക്കെ, അങ്ങനെ അപ്പോൾ നമ്മുടെ പാഠം തീർന്നു. ഇനി എല്ലാവരും എഴുതി വയ്ക്കുക, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.